ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ നോക്കുന്നത്. മധ്യകാല ഇന്ത്യ അഥവാ മെഡീവൽ ഇന്ത്യ. ഈ പാഠം 6ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിത് വളരെ എളുപ്പമായിരിക്കും. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന 2 പ്രധാനപ്പെട്ട രാജവംശങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന്, ഡൽഹി ആസ്പദമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശവും 2, ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യവും. അപ്പം മുഗൾ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയും വിജയനഗര സാമ്രാജ്യം നിർമ്മിച്ച ഹംപിയുമാണ് ഒന്നാമത്തെ പേജിൽ തന്നിരിക്കുന്ന ചിത്രങ്ങൾ. ഇവ രണ്ടും ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നു. അതിൽ മുഗൾ ഭരണകാലത്തെ പറ്റിയാണ് ഇപ്പോൾ ഈ വീഡിയോ. ഇത് 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിലുള്ളത് മുഗൾ ഭരണത്തെ പറ്റിയാണ്. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1526 ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ചത്. അത് ഏത് യുദ്ധത്തോടെയാണ് എന്നൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പാനിപ്പത്ത് യുദ്ധം. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച പ്രധാന മുഗൾ ഭരണാധികാരികളെ പറ്റി ഒരു പദസൂര്യൻ പേജ് നമ്പർ 8 തന്നിട്ടുണ്ട്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അപ്പോൾ ഇവരായിരുന്നു പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികൾ. മുഗൾ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കാൻ അതിനകത്തൊരു വർക്ക് തന്നിട്ടുണ്ട്. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളന്മാരുടേത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. അതായത് ഇന്നത്തെ ഇന്ത്യക്ക് പുറത്ത് അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. ഭൂപടത്തിൽ നിന്നും ഇന്ത്യയിൽ ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു എന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അപ്പോൾ അവിടെ ഔറംഗസേബിൻ്റെ കാലത്തെ മുഗൾ രാജ്യത്തെ പറ്റിയൊരു മാപ്പ് പേജ് നമ്പർ 8 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കുമൊക്കെ ഈ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായ തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായ ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചത്. അതായത് മംഗോൾ എന്ന വാക്കിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. അപ്പം മുഗൾ എന്ന ഇവരെ വിളിച്ചത് ബ്രിട്ടീഷുകാരാണ്, യൂറോപ്യന്മാരാണ്. അപ്പം മുഗൾ രാജ്യം സ്ഥാപിച്ചത് ബാബറാണ്. അദ്ദേഹം പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായ തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായ ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. അതായത് അദ്ദേഹം തിമൂറിൻ്റെയും ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. ഇവരെ മുഗൾ എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് യൂറോപ്യന്മാരാണ്. ലോധി വംശത്തിലെ അവസാന ചക്രവർത്തിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായ ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഇത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പാനിപ്പത്ത് യുദ്ധത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്താണ്? മുഗൾ ഭരണം സ്ഥാപിച്ചത് ഈ യുദ്ധം വഴിയാണ്. ഇനി നമുക്കറിയാം അന്നത്തെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരികളുടെ യാത്രാ വിവരണത്തിൽ കൂടിയാണ് നമ്മൾ അന്നത്തെ സാമൂഹിക സ്ഥിതികളെ പറ്റിയൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ജെസ്യൂട്ട് പാതിരി പിയറി ജാറിക് എന്ന സഞ്ചാരിയുടെ ഒരു അനുശോചന കുറിപ്പാണ്. ജെസ്യൂട്ട് പാതിരി പിയറി ജാറിക് എന്ന് പറയുന്നത് ഒരു മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കുറിപ്പിലൂടെയാണ് നമ്മളിപ്പോൾ അക്ബറിനെ പറ്റി കൂടുതൽ അറിയാൻ പോകുന്നത്. താഴെ തന്നിട്ടുണ്ട്. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെ, പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അക്ബർ ചക്രവർത്തിയെ പറ്റി എപ്പോഴും മഹാനായ ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അക്ബർ ഒരേ സമയം ജനങ്ങളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചിരുന്നു. അതേസമയം തന്നെ അദ്ദേഹത്തിന് കർക്കശമായ ആജ്ഞാശക്തിയും ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ അനുസരിപ്പിക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു.
അതുപോലെ അദ്ദേഹം സമൂഹത്തിനെ ഉയർന്ന ആൾക്കാരോട് വേറൊരു രീതിയിൽ, താഴ്ന്ന ആൾക്കാരോട് വേറെ രീതിയിൽ അങ്ങനെയല്ല കണ്ടിരുന്നത്. പ്രഭുക്കന്മാരോടും സാധാരണക്കാരോടും അദ്ദേഹം ഒരുപോലെ പെരുമാറി. അതുപോലെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസമില്ലായിരുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആരെയും വേർതിരിച്ച് കണ്ടെത്തിയില്ല. അതുപോലെ ശത്രുക്കളോട് വളരെ ശക്തമായും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രജകളോട് വളരെ കരുണയോടും പെരുമാറിയ ഒരു ചക്രവർത്തിയായിരുന്നു അക്ബർ. അപ്പോൾ ഇവിടെ അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് ഈ കുറിപ്പിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കി എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ മനസ്സിലാക്കി? അക്ബർ അതിശക്തനായ ഒരു ചക്രവർത്തിയായിരുന്നു. അതുപോലെ അദ്ദേഹം വളരെ ആജ്ഞാശക്തിയുള്ളയാളായിരുന്നു. താഴ്ന്ന വിഭാഗങ്ങളെന്നോ ഉയർന്ന വിഭാഗങ്ങളെന്നോ ഇല്ലാതെ എല്ലാവരോടും സമഭാവനയോടെ പെരുമാറി, സമഭാവത്തോടെ പെരുമാറി. പിന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആരെയും വേർതിരിച്ച് കണ്ടെത്തിയില്ല. ജനങ്ങൾക്ക് അദ്ദേഹത്തോട് വളരെയധികം ബഹുമാനമുണ്ടായിരുന്നു. ഇതിലേതെങ്കിലും 3 പോയിന്റ്സ് താഴേക്ക് എഴുതിയാൽ മതി. ഇനി പേജ് നമ്പർ 10 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. ഇബാദത്ത് ഖാനയുടെ ഒരു പടവും താഴെ തന്നിട്ടുണ്ട്. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണമാണ്. അതായത് 1575 അദ്ദേഹം ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. ഇത് പണി കഴിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതങ്ങളിലെ എല്ലാ പണ്ഡിതന്മാർക്ക് അവിടെ എത്തി ചർച്ച ചെയ്യാനായിരുന്നു. അങ്ങനെ പല മതത്തിൽപ്പെട്ടവരുമായി ചർച്ച നടത്തി അദ്ദേഹം ദിൻ ഇലാഹി എന്ന പുതിയ മതം സ്ഥാപിച്ചു. അതായത് എല്ലാ മതങ്ങളിലെയും അടിസ്ഥാന ദർശനം അല്ലെങ്കിൽ അടിസ്ഥാനമായ കാര്യം ജനങ്ങളുടെ നന്മയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും എല്ലാ മതത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാന നയം എന്ന് പറയുന്നത് മനുഷ്യരുടെ ക്ഷേമമാണ്. അപ്പം ഈ 3 മതത്തിലെയും നല്ല കാര്യങ്ങൾ ചേർത്തിണക്കി അദ്ദേഹം രൂപീകരിച്ചതാണ് ദിൻ ഇലാഹി. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യമാണ് ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത്. അതായത് പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ നികുതി കൊടുക്കേണ്ടതായിരുന്നു ജസിയ. ഇത് അദ്ദേഹം നിർത്തലാക്കി. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, അതായത് ഭരണകാര്യങ്ങളിലും രാജ്യകാര്യങ്ങളിലും എല്ലാ മതത്തിലുള്ളവരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ എന്നിവർ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരായിരുന്നു. ഇവരെല്ലാം വിവിധ മതങ്ങളിൽ പെട്ടവരായിരുന്നു. അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കുറിപ്പ് തയ്യാറാക്കുക. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് വിവിധ മതങ്ങളിലെ നല്ല ദർശനങ്ങൾ കൂട്ടിയിണക്കിയാണ് അദ്ദേഹം ദിൻ ഇലാഹി സ്ഥാപിച്ചത്. ഇബാദത്ത് ഖാന സ്ഥാപിച്ചത് 1575 വിവിധ മതത്തിലെ പണ്ഡിതന്മാരുമായി ചർച്ച നടത്തുന്നതിനായിട്ടാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത്. അപ്പം അതിനെ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വിവിധ മതങ്ങളിലെ പണ്ഡിതന്മാരുമായി ചർച്ച നടത്താനാണ് അദ്ദേഹം ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത്. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി അക്ബറുടെ ഒരു പ്രസ്താവന താഴെ തന്നിട്ടുണ്ട്. എൻ്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസുഖി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അക്ബറിന് ശേഷം വന്ന പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ജഹാംഗീർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൻ്റെ പേരാണ് തുസുഖി ജഹാംഗീർ. അതിൽ അദ്ദേഹം അക്ബർ പറഞ്ഞ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അക്ബർ തൻ്റെ അനുയായികളോട് കർശനമായിട്ട് പറഞ്ഞു, മറ്റുള്ള മതത്തിലുള്ളവരുമായിട്ട് വഴക്കിന് പോകരുത്, അങ്ങനെ സമയം കളയരുത്. അതുപോലെ എല്ലാവർക്കും സമാധാനം എന്ന ആശയത്തിൽ വിശ്വസിക്കുക. അതുപോലെ യുദ്ധത്തിനല്ലാതെ ഒരിക്കലും ആയുധമെടുക്കുകയോ മൃഗങ്ങളെ കൊല്ലുകയോ ചെയ്യരുത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അക്ബർ ജനങ്ങളുടെ ഇടയിൽ മതസഹിഷ്ണുത നിലനിർത്താൻ വേണ്ടിയിട്ട് നയങ്ങൾ സ്വീകരിച്ചു. അതായത് എല്ലാ മതങ്ങളെയും അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുപോയി എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി മുഗൾ സൈന്യം. അപ്പം അക്ബർ ചക്രവർത്തിക്ക് വലിയ വിസ്തൃതമായ ഒരു സൈന്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈന്യത്തിലെ പടയാളികളെ അല്ലെങ്കിൽ കുതിരപ്പടയാളികളെ മുഴുവൻ ഒറ്റയ്ക്ക് നോക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം രൂപീകരിച്ച പുതിയ സമ്പ്രദായമായിരുന്നു മാൻസബ്ദാരി. ഇതും നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മാൻസബ്ദാരി എന്ന് പറയുന്നത് ഓരോ ഉദ്യോഗസ്ഥൻ്റെ, അതായത് ഓരോ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും
ഒരു നിശ്ചിത എണ്ണം പടയാളികളെ വേർതിരിച്ചു കൊടുത്തു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ വേണം ആ പടയാളികളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ. എല്ലാ ഉത്തരവാദിത്വവും അദ്ദേഹത്തിനാണ്. അതിനെയാണ് മാൻസബ്ദാരി എന്ന് പറയുന്നത്. ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹമുണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. അതായത് ശമ്പളത്തിന് പകരം ഭൂമിയാണ് ഈ ഓരോ ഉദ്യോഗസ്ഥനും നൽകിയിരുന്നത്. ആ ഓരോ ഉദ്യോഗസ്ഥനും ഒരു നിശ്ചിത എണ്ണം കുതിരപ്പടയാളികളെ നോക്കി നടത്തേണ്ടതുണ്ട്. ഇനി മുഗൾ ഭരണരീതി. മുഗൾ ഭരണകാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായിട്ട് സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്ന് പറയുന്നത് 4ആയിട്ട് തിരിച്ചിരുന്നു. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. അതായത് പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം അവസാന വാക്ക് എന്ന് പറയുന്നത് ചക്രവർത്തിയായിരുന്നു. അതുപോലെ മുഗൾ ഭരണ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്നത്തെ പോലെ കോടതികൾ ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും. പകരം അതാത് പ്രദേശത്തെ മതപണ്ഡിതന്മാരാണ് കോടതികളായിട്ട് അല്ലെങ്കിൽ തർക്കം പരിഹരിക്കാനായിട്ട് നിന്നിരുന്നത്. അപ്പോൾ അവർ തർക്കം പരിഹരിക്കുന്നതിൽ എന്തെങ്കിലും പരാതി ജനങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ചക്രവർത്തിയെ കാണാനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. ഇനി സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ് നിലനിന്നിരുന്നത്. അത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫ്യൂഡലിസം എന്ന വാക്ക്, അതുപോലെ ഫ്യൂഡൽ വ്യവസ്ഥിതി എന്ത് എന്നൊക്കെ. അപ്പോൾ ഇവിടെയും ഫ്യൂഡലിസം ആയിരുന്നു. അതായത് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും ഉയർന്ന നിലയിൽ ചക്രവർത്തി. ജനങ്ങളുടെ ജീവിതം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവരും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മുഗൾ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആര് എന്ന് ചോദിച്ചാൽ ടവർണിയർ. ഇനി മുഗൾ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് സഞ്ചാരിയാണ് റാൽഫ് ഫിച്ച്. അപ്പോൾ റാൽഫ് ഫിച്ച് അന്നത്തെ ഇന്ത്യയെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ജനനിബിഡം എന്ന് പറഞ്ഞാൽ ധാരാളം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നത്. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീള ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. അതായത് നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റികളിൽ ഒന്നാണ് ലണ്ടൻ. റാൽഫ് ഫിച്ച് മുഗൾ ഭരണകാലത്ത് ഇവിടെ ഇന്ത്യ സന്ദർശിച്ചപ്പം ലണ്ടനേക്കാട്ടിൽ വലിയ സിറ്റികളായിരുന്നു ആഗ്രയും ഫത്തേപൂർ സിക്രിയും. അപ്പം ഇത് മുഴുവൻ വലിയ നഗരങ്ങളായിരുന്നു. അതുപോലെ ഇത് മുഴുവൻ വലിയ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ടവർണിയർ, ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സഞ്ചാരി റാൽഫ് ഫിച്ച്. ഇനി അക്കാലത്തെ പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾ ഏതായിരുന്നു എന്ന് അബുൽ ഫസൽ തൻ്റെ പുസ്തകമായ ഐൻ-ഇ അക്ബരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവയായിരുന്നു പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ. ഇനി അബുൽ ഫസലിനെ പറ്റി താഴെ തന്നിട്ടുണ്ട്. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ. അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു അദ്ദേഹം. മുഗൾ ഭരണകാലത്തെ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നയാൾ, എഴുത്തുകാരനായിരുന്നു അബുൽ ഫസൽ. അദ്ദേഹം അക്ബറിൻ്റെ മുഖ്യ ഉപദേശകനും ആയിരുന്നു. അക്ബറിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ 2 പുസ്തകങ്ങളാണ് ഐൻ-ഇ അക്ബരിയും അക്ബർ നാമയും. ഇനി കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വേഗത്തിലാക്കി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. കയറ്റുമതി എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മൂർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ.
അപ്പോൾ അക്കാലത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ധാക്ക ഇന്ന് ബംഗ്ലാദേശിലാണ്. മൂർഷിദാബാദ്, അതായത് ഈ നഗരങ്ങളൊക്കെ ഏത് രാജ്യങ്ങളിലാണ് എന്ന് കണ്ടെത്താനായിട്ടൊരു പട്ടിക പേജ് നമ്പർ 15 തന്നിട്ടുണ്ട്. ധാക്ക ബംഗ്ലാദേശിലാണ്, മൂർഷിദാബാദ് വെസ്റ്റ് ബംഗാളിലാണ്, ലാഹോർ പാകിസ്ഥാനിലാണ്, സൂറത്ത് ഇന്ത്യയിലാണ്, ആഗ്രയും ഇന്ത്യയിലാണ്. അപ്പോൾ ഇവയെല്ലാം അക്കാലത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. പേജ് നമ്പർ 16 രസ്നാമ എന്ന പുസ്തകത്തിൻ്റെ പുറംചട്ട. അതായത് അന്നത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം പേർഷ്യൻ ഭാഷയിലേക്ക് ഷാജഹാൻ ചക്രവർത്തിയുടെ മകനായ ദാരാ ഷുക്കോ പരിഭാഷപ്പെടുത്തി. അപ്പോൾ അങ്ങനെ പരിഭാഷപ്പെടുത്തിയ മഹാഭാരതത്തിൻ്റെ പുറംചട്ടയാണ് ഈ തന്നിരിക്കുന്നത്. ഇനി താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. അത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചു. ഇൻഡോ ഇസ്ലാമിക് ശൈലി, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെയും പേർഷ്യയുടെയും ശില്പനിർമ്മാണത്തിലെ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിലെ രീതികൾ ഒരുമിച്ച് കൊണ്ടുവന്നവയാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി. അങ്ങനെ ഇന്ത്യയിൽ രൂപപ്പെട്ട നിർമ്മിച്ച കെട്ടിടങ്ങളാണ് താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ. അതുപോലെ പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ ഒരുമിച്ച് ചേർന്ന ഉറുദു ഉണ്ടായി. അതുപോലെ ഇന്ത്യൻ സംഗീതവും പേർഷ്യൻ സംഗീതവും കൂടെ കൂടിച്ചേർന്ന ഹിന്ദുസ്ഥാനി സംഗീതവും ഉണ്ടായി.